ഇവിടെ ഞാൻ വേറെ പറയുന്നില്ല കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇത് ടുമോറോ ഡി എം എക്സാം അല്ലേ? അല്ലേ? ഇത് ഡി എം എക്സാം കഴിഞ്ഞ ഇപ്പൊ കുറെ വർഷമായിട്ട് ഇതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെടും, രാത്രിയും പകലും കഷ്ടപ്പെടും. നാളത്തേത് പ്രഭാതമല്ലേ? എക്സാം രാവിലെ അല്ലേ? എക്സാം രാവിലെ, നാളത്തേത് പ്രഭാതം നിങ്ങൾക്ക് വേണ്ടിയുള്ളല്ലേ? അല്ലേ? ഞാൻ രാത്രിയും പഠിപ്പിച്ചു അല്ലേ? ഈ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കാതെ തന്നെ രാത്രിയും പകലും പഠിപ്പിച്ചു. രാത്രി 1 മണിയും 2 മണിയും ഏത് സമയം ഞാൻ ഉണ്ടായിട്ട് കൂടെ ഉണ്ട്. എസ് അല്ലേ? ഇത് മൈക്ക് ഓൺ ചെയ്ത് പറയാം. ഉണ്ടായിരുന്നോ? മൈക്ക് ഓൺ ചെയ്ത് പറയുന്നു. ഓപ്പണായി പറയാം. ഉണ്ടായിരുന്നോ? എല്ലാവരും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? 1 മണിക്കും 2 മണിക്കും ഉണ്ടായിരുന്നോ? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അല്ല ശരിയല്ലേ? ശരിയല്ലേ? എക്സാമിന് ഓരോ ചോദ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? എക്സാമിന് ഓരോ ചോദ്യം എന്ത് പഠിപ്പിച്ചുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? ശരിയല്ലേ? എക്സാമിന് ഓരോ ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് പഠിപ്പിക്കുന്നുണ്ട്. സോ വിജയം ഉറപ്പാണ്. എക്സാം ഹാളിൽ പോയിരിക്കുമ്പോ മെയിൻ കാര്യം എന്താണ്? എത്ര സമയം ഉണ്ട് കയ്യിൽ? എത്ര നിമിഷം കയ്യിൽ? എത്ര നിമിഷം കയ്യിൽ? എത്ര നിമിഷത്തിലുണ്ട്? എത്ര നിമിഷത്തിലുണ്ട്? 75 ആണോ? 75 ആണോ? 75 ആണോ? 75 ആണോ? 75 ആണോ? ഇനി മൈക്ക് ഓൺ ചെയ്ത് ഓഫ് ചെയ്തേ. ഇനി മൈക്ക് ഓഫ് ചെയ്ത് ഞാൻ പറഞ്ഞേക്കുക. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത്, മൈക്ക് ഓഫ് ചെയ്ത്, ഇനി മൈക്ക് ഓഫ് ചെയ്ത് എല്ലാവരും. 75 അല്ലേ? 75 ഉള്ളതിന് മുമ്പിൽ 75 മിനിറ്റ്സും 100 ചോദ്യം അല്ലേ? 100 ചോദ്യം 75 മിനിറ്റ്സ്. അതിൽ ഏറ്റവും പ്രത്യേകിച്ച് കാര്യം പറയുന്നത് സ്കൂൾ ടൈമുള്ളതല്ലേ? ടുമോറോ സ്കൂൾ ടൈമുള്ളല്ലേ? ടുമോറോ സ്കൂൾ ടൈമുള്ളല്ലേ? ടുമോറോ സ്കൂൾ ഉള്ളല്ലേ? ടുമോറോ സ്കൂൾ ടൈം ഉള്ളതല്ലേ? അതുകൊണ്ട് തന്നെ എക്സാം എപ്പോഴും രാവിലെ അല്ലേ? ടുമോറോ സ്കൂൾ ടൈം കൊണ്ട് തന്നെ എക്സാം രാവിലെ അല്ലേ? ഏർലി മോർണിംഗ് അല്ലേ? അത് നീ ചിലപ്പോൾ ഒരു പ്രശ്നം ഒന്നറിയാമോ? ചിലപ്പോൾ ദൂരെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ പോകേണ്ടി വരില്ലേ? ശകലം ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ രാത്രി തന്നെ പോകേണ്ടി വരില്ലേ? അപ്പൊ കുറച്ച് ക്ഷീണം വന്നാലും വെറും ഒരു ചായ മാത്രം കുടിച്ചുകൊണ്ട്, അധികമായിട്ട് ആഹാരം കഴിക്കാതെ, അധികമായിട്ട് ഒന്നും പ്രത്യേകിച്ച് കഴിക്കാത്ത ആഹാരം ഒന്നും കഴിക്കാതെ എക്സാം എഴുതാൻ പോകണം കേട്ടോ. അധികമായിട്ട് പുറത്തുനിന്ന് സ്ഥിരം കഴിക്കാത്ത ഒരു ആഹാരം കഴിക്കാതെ എക്സാം ഹാളിൽ പോകണം കേട്ടോ. ഒരു കുപ്പി വെള്ളം മസ്റ്റ് ആണ്, മറക്കരുത്. ഒരു ബോട്ടിൽ വെള്ളം മസ്റ്റ് ആണ്. ബാൾ പോയിന്റ് പിന്നെ ഉണ്ടല്ലോ, കാണാൻ എനിക്ക് എല്ലാവരെയും കാണുന്നുണ്ട്. ഞാൻ എല്ലാവരെയും എന്നെ ഇന്ന് കാണുന്നതല്ലേ? ഞാൻ ഇന്നാ കാണുന്നത് എല്ലാവരെയും. ഞാനല്ലേ എന്റെ ക്യാമറ ഓൺ ചെയ്തേ? എല്ലാവരും ക്യാമറ ഓൺ ചെയ്തേ? നോക്കട്ടെ, സന്തോഷം വന്നുകൊട്ടെ. എനിക്ക് ക്യാമറ ഓൺ എല്ലാവരും. എന്റെ പിള്ളേരാ ഇതൊക്കെ, ഇതെല്ലാം എന്റെ പിള്ളേരാ. ഞാൻ എന്നും എന്താണ് സംശയങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും എന്റെ രാത്രിയും പകലും സങ്കടമുണ്ട് കേട്ടോ. നിങ്ങൾ മിസ് ചെയ്ത് സങ്കടം കേട്ടോ. നിങ്ങൾ എല്ലാവരും ഞാൻ മിസ് ചെയ്ത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. രാത്രിയും പോലും സംശയം പോലും പറഞ്ഞിട്ടില്ലേ? പഠിച്ചോ എല്ലാവരും? പഠിച്ചോ എല്ലാവരും? പഠിച്ചോ എല്ലാവരും? എല്ലാവരും? ഒരു നിമിഷം. പഠിച്ചോ? പഠിക്കണ്ടോ? വേറൊരു അക്കാഡമി പഠിപ്പിക്കാതെ തന്നെ രാത്രി 1, 2, 3 മണിക്ക് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? വേറെ ഒരു അക്കാഡമി പഠിപ്പിക്കാതെ തന്നെ രാത്രി 1, 2, 3 മണിക്കും 5 മണി പഠിച്ചിട്ടില്ലേ? എക്സാം ചോദ്യം എല്ലായിടത്തുനിന്ന് ഉറപ്പായി ഉണ്ടായിരിക്കും. ഓരോ ചോദ്യം വായിക്കുമ്പോഴും വളരെ ശ്രദ്ധയോടെ വായിച്ചു കേട്ടോ. എക്സാം കളിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ആരെയും നോക്കും. കാരണം ആ സ്ഥലം ഫെമിലിയർ അല്ലല്ലേ? നിങ്ങൾ പോകുന്ന സ്ഥലം ഫെമിലിയർ അല്ല, ശരിയല്ലേ? ഫെമിലിയർ ആയിട്ട് സ്ഥലമല്ലോ. ആ സ്കൂള് ഒരിക്കലും അറിയാത്ത സ്ഥലമല്ലേ? ശരിയല്ലേ? ഒന്നാമത് കാര്യമില്ലേ? ശരിയല്ലേ? ഫസ്റ്റ് കാര്യം, നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സ്ഥലം ഫെമിലിയർ അല്ല. ഒന്നാമത്തെ കാര്യം, ആ ഹാള് ഫെമിലിയർ അല്ല, അവിടെ വരുന്ന ആൾക്കാർ ഫെമിലിയർ അല്ല. അതെല്ലാം ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം, അവരാരെയും നോക്കരുത്. ചുറ്റുപാടും നോക്കരുത്. ക്വസ്റ്റ്യൻ വാങ്ങുക. ആ 100 ചോദ്യം 75 മിനിറ്റ് മാത്രമേ മുമ്പിലുള്ളൂ അല്ലേ? ശരിയല്ലേ? ആ 100 ചോദ്യം 75 നിമിഷം മാത്രമേ മുമ്പിലുള്ളൂ. അവിടെ ഇത് പ്രാധാന്യം ആർക്കാ? അവിടെ ആർക്കാ പ്രാധാന്യം? സമയത്തിനല്ലേ? അവിടെ ഇത് പ്രാധാന്യം ആർക്കാ? സമയത്തിനല്ലേ? ശരിയല്ലേ? അവിടെ ആർക്കത് പ്രാധാന്യം? സമയത്തിനല്ലേ? കമന്റ് ചെയ്യും.
അവിടെ 100 ചോദ്യം 75 നിമിഷം ഉണ്ടെന്ന് പറയുമ്പോൾ ആർക്കാ പ്രാധാന്യം? സമയത്തിനാണ്. അതുകൊണ്ട് സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. വേറെ ഒരു ചിന്തയും മൈൻഡ് വരരുത്. വേറെ ഒരു ചിന്തയില്ലേ, വേറെ ഒരു കാര്യം. ആ ഹാളിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത് പുറത്താറുണ്ടോ, ഞാൻ ഇനി അടുത്ത് എന്താണ്, ഒന്നും ആലോചിക്കരുത്. ആ ക്വസ്റ്റ്യൻ മാത്രമേ ഓർമ്മ വരാവൂ. ആ ഒരു പ്രസന്റ് ടൈമിൽ മാത്രമേ പോകരുത്. പാസ്റ്റിലോട്ടും പോകരുത്, ഫ്യൂച്ചറിലോട്ടും പോകരുത്. പ്രസന്റ് ടൈമിൽ എന്താണോ ശരി ഉത്തരം, 4 ഓപ്ഷനിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കട്ടോ. ചിന്തയില്ലേ, ആ ചിന്തയ്ക്കകത്തത് പഠിച്ചത് മാത്രം കോൺസെൻട്രേറ്റ് കേട്ടോ. ഒരു ടെൻഷൻ വേണം കേട്ടോ. കേട്ടോ, വിജയിക്കുക എന്നൊരു ഒരു ഉറച്ച തീരുമാനമില്ലേ, വിജയിക്കുക എന്ന് ഉറച്ച തീരുമാനം എടുക്കുക കേട്ടോ. ആ ഒരു ഉറച്ച തീരുമാനത്തോടെ എക്സാം ഹാളിൽ പോകുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് വിജയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ച തീരുമാനത്തിന് പോവുക കേട്ടോ. കേട്ടോ, എല്ലാവരും വിജയം നേടും, എന്റെ വിശ്വാസമാണ്. കാരണം എന്റെ രാത്രിയും പകലും ഉള്ളത് കേട്ടോ. കേട്ടോ, എന്റെ 1001ാമത് നേഴ്സ് ആരെന്ന് എനിക്ക് കാണിക്കാം. ഒന്ന് പൂർത്തിയാക്കല്ലോ. സോ ഓരോ ചോദ്യത്തിനാണ് ഉത്തരം എന്താണ്, ആ ക്വസ്റ്റ്യൻ അതുകൊണ്ടോ ഉത്തരം ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ പറയട്ടെ, മെയിൻ കാര്യം എന്താണ്, ഉത്തരം ക്വസ്റ്റ്യനകത്തിനുണ്ട്. മെയിൻ കാര്യം ഉത്തരവില്ലേ, ഓരോ ചോദ്യം ഉത്തരവില്ലേ ആ ക്വസ്റ്റ്യനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷനും വായിക്കുക കേട്ടോ. എല്ലാ ഓപ്ഷനും വായിച്ച ശേഷം മാത്രമേ ഉത്തരം എഴുതാവൂ. ഇനി അങ്ങോട്ട് എല്ലാ നോട്ടും രാത്രിയും പകലും വായിച്ച ശേഷം ഇന്ന് രാത്രി ഉറങ്ങണം കേട്ടോ. ഉറങ്ങണം കേട്ടോ. ഉറങ്ങണം, നന്നായിട്ട് ഉറങ്ങണം. രാവിലെ എഴുന്നേൽക്കണം, എല്ലാ നോട്ടും വായിക്കണം. സോ നന്നായി പഠിക്കണം. ഞാൻ പോകുന്നു, ഞാൻ പോട്ടെ. ഇനി കാണോ. സോ ഞാൻ പറഞ്ഞു കിടന്നുണ്ടല്ലോ, ആ ചുറ്റുപാടുമുള്ള ആരെയും നോക്കരുത്. ഒരു കുപ്പി വെള്ളം ട്രാൻസ്പാരന്റ് ബോർഡില്ലേ, ഒരു കുപ്പി വെള്ളം ട്രാൻസ്പാരന്റ് ബോർഡ് കൊണ്ടുപോവുക. ബാൾ പെൻ മാത്രം യൂസ് ചെയ്യുക. ഹാൾ ടിക്കറ്റ്, ആധാറോ പാൻ കാർഡോ എന്ത് കൊണ്ടുപോട്ടോ കേട്ടോ. ID കാർഡ് മസ്റ്റ് ആണ്, അത് കോപ്പി കൊണ്ടുപോകരുത്, ഒറിജിനൽ കൊണ്ടുപോവുക. കേൾക്കുന്നുണ്ടോ? ID കാർഡ് മസ്റ്റ് ആണ്, അത് കോപ്പി കൊണ്ടുപോകരുത്, ഒറിജിനൽ കൊണ്ടുപോവുക. ഹാൾ ടിക്കറ്റ് എടുക്കുക, പെൻ ഒരു 2 or 3 ബാൾ പെൻ എടുക്കുക, മറക്കരുത്. സോ താങ്ക് യു സോ മച്ച്. ഞാൻ പോകുന്നു. സോ എല്ലാവർക്കും നന്നായിട്ട് വരട്ടെ. എന്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ട്. രാത്രിയും പകലും ഞാൻ കഷ്ടപ്പെട്ടാണ്. അതിന് നല്ലൊരു റിസൾട്ട് ഉറപ്പായും ഉണ്ടായിരിക്കും. അത് ആലോചിച്ച് നോട്ടെല്ലാം വായിച്ച് എഴുതുക. കാരണം നിങ്ങൾ പലരും എന്താണ് എന്നെ ഉറങ്ങാൻ വിടാ സിലിപ്പ് തൽപ്പുണ്ട്, ഉറങ്ങാൻ വിടാ സാർ അതെവിടെ ഇതെവിടെ സാർ അതെന്താ ഇത് സാർ അതെന്ത് അങ്ങനെ പറ്റി, അത് അങ്ങനെ പറ്റിയ കാരണം എന്താ, എന്റെ ട്യൂബർകുലോസിസ് പറയാൻ കാരണം അതാണോ? താങ്ക് യു സോ മച്ച്. ബൈ. സോ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾ മിസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ആരും ഗ്രൂപ്പിൽ ലെഫ്റ്റായി പോരുത്, ആരും ഗ്രൂപ്പിൽ ഒന്നും പോരുത്. സോ പഠിക്കണം, നമുക്ക് നല്ല വിജയം നേടണം. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ആത്മീയസ് പഠിക്കുക കേട്ടോ. സോ സമയം കളയുന്നില്ല, പോയി പഠിക്കുക, നന്നായി ഫുഡ് കഴിക്കുക, ഉറങ്ങുക. പക്ഷെ രാവിലെ രാവിലെ അധികം ഫുഡ് കഴിച്ച് പോകരുത്. രാവിലെ അധികം എളി മോണി ഫുഡ് കഴിച്ച് പോകരുത്. ഒരു പഴം കഴിക്കുക കേട്ടോ, ഒരു പഴമില്ലേ, ഒരു പഴവും പൊടിച്ച് കഴിച്ച് പോട്ടോ. അല്ല രാവിലെ ഫുഡ് അധികം കഴിക്കരുത് കേട്ടോ. കാര്യം മനസ്സിലായി, കാര്യം അറിയുന്നെന്ന് പതിവില്ലാതെ രാവിലെ ആരും ഫുഡ് കഴിച്ച് പോകരുത്. കാര്യം മനസ്സിലായല്ലോ? അതാ കാര്യം മനസ്സിലായല്ലോ? അതാണ് കാര്യം. അതുകൊണ്ട് അങ്ങനെയായിരിക്കും അത്. അതുകൊണ്ട് ഒന്ന് കഴിക്കുക കേട്ടോ. അപ്പം മുട്ടക്കറി എടുത്തരായിരിക്കും. പിന്നെ ഇപ്പൊ മോൾ എക്സാമിന് പോകുന്ന പറയുന്നുണ്ട്, അമ്മ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കി തരുമോ? കഴിക്കരുതേ. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ ഓടേണ്ടി വരും. അത് വേണ്ട കേട്ടോ. രാവിലെ അമ്മ അപ്പവും മുട്ടക്കറി കൊണ്ട് തന്ന് ഞാൻ കഴിക്കില്ല കേട്ടോ. മോൾ എക്സാമിന് പോകുന്നു പറയുന്നത് രാവിലെ അമ്മ അപ്പവും മുട്ടക്കറി കൊണ്ട് തന്ന് കഴിക്കരുത്. മുട്ടയും കഴിച്ചുകൊണ്ട് പോകാം രാവിലെ. പിന്നെ സ്കൂളിൽ ഓടേണ്ടി വരും, പണ്ടത്തെ ഓടി വരും കേട്ടോ. സോ പഠിക്കുക, ദിവസം നന്നായിരിക്കുക, നന്നായി എക്സാം എഴുതുക. ഞാൻ പറഞ്ഞതിന് എല്ലാ ക്വസ്റ്റ്യനും വായിച്ച ശേഷം റൈറ്റ് ആൻസർ എഴുതുക. ഒരിക്കലും പേടി വേണ്ട, കഷ്ടപ്പാടില് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും കൂടെ അടിക്കും. ഉറപ്പായും പാസ്സാവും, പഠിക്കുക. ഓക്കെ, ഉറപ്പായും പാസ്സാവും, പഠിക്കുക. എന്നീ പറയാൻ നടക്കില്ല, എല്ലാവരും മൈക്ക് വിളിച്ച് പറഞ്ഞ്, ഓരോരുത്തരും മൈക്ക് വിളിച്ച് പറഞ്ഞ്, എല്ലാവരും പറയാനുണ്ട് എന്തെങ്കിലും. കാരണം ഞാൻ ഉറങ്ങുമ്പോ പറഞ്ഞേ, ഇനിയോ പറഞ്ഞേ.
ഇനിയുണ്ട്? സർ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര എഫേർട്ട് എടുത്ത് പഠിക്കുന്നത്. സാറിന്റെ ക്ലാസ് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ എനിക്ക് എക്സാമിനും എഴുതാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വേറെ ആരാ? ആര് പാട്ട് പാടുണ്ടല്ലോ? ഇതിനകത്ത് ആരെ പാട്ട് പാടുണ്ടല്ലോ? ഇൻഡസ്ട്രി ഉണ്ടോ? ഇൻഡസ്ട്രി ഉണ്ട്, പാട്ട് പാടുണ്ടോ? ഇൻഡസ്ട്രി ഉണ്ട്, പാട്ട് പാടാനുണ്ടോ ഇതിനകത്ത്? ആരുണ്ടോ? പാടോ? പാടേ? നാളെ പാടും. എല്ലാവർക്കും എന്ന് നല്ലൊരു എക്സാം ആയിരിക്കട്ടെ. ഞാൻ പറയാം, നല്ല എക്സാം ആയിരിക്കട്ടെ. എല്ലാവരും നന്നായി എഴുതുക. വായിച്ചാലും വീണ്ടും ഇനി റെക്കോർഡിംഗ് കാണരുത്. എല്ലാവരും നന്നായിട്ട് വായിക്കുക, വായിച്ചുകൊണ്ടിരിക്കുക, നന്നായി ഉറങ്ങുക, എക്സാം എഴുതുക, വരിക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിസൾട്ട് എല്ലാം പിന്നെ നോക്കാം. അതിനെ മടക്കി 4 മടക്കി ബാഗിൽ വെച്ച് സൂക്ഷിക്കുക. അല്ലാതെ ആൻസർ പിന്നെ നോക്കാം. സോ ഞാൻ നന്നായി കേട്ടോ. ഐ വിൽ മിസ് യു. സോ താങ്ക് യു സോ മച്ച്. എന്നെ ഇത്രയും വർഷം സഹായിച്ചതിന് വളരെ നന്ദി. രാത്രിയും പകലും 12 മണിക്കും 1 മണിക്കും 2 മണിക്കും 3 മണിക്കും 5 മണിക്കും 4 മണിക്കും നിങ്ങളുടെ സമയം കണ്ടെത്തി നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്. അത് കണ്ടെത്തി ഞാൻ പഠിപ്പിച്ചു. എനിക്ക് സന്തോഷമുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ബൈ. സൈനിങ് ഓഫ്, സൂരജ്. യെസ്, ബൈ. പഠിക്കും കേട്ടോ, പഠിക്കും. ബൈ. താങ്ക് യു.